അതായത് കോഴിക്കോട് താമരശ്ശേരിയിലെ വിവാദ കോഴി അറവ് മാലിന്യ സംസ്കരണ കമ്പനിയായ ഫ്രഷ് കട്ടിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന്റെ ആശ്വാസത്തിലാണ് അവിടുത്തെ പ്രദേശവാസികൾ. ഇന്നലെയാണ് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഫ്രഷ് കട്ട് വിരുദ്ധ ജനകീയ സമരപ്പന്തലിൽ നിന്നും ബെൻസൻ ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബെൻസൻ, ഗുഡ് മോർണിംഗ് ബെൻസൻ. ഇപ്പം കുറേ കാലമായിട്ടുള്ള ആളുകളുടെ ഒരു ആവശ്യമായിരുന്നു ഈ സ്ഥാപനത്തിന് എതിരെ ഉള്ളത്. കാരണം അവർക്ക് ആരോഗ്യ പ്രശ്നവും അതിനൊപ്പം തന്നെ മലിനീകരണ വിഷയവും ഒക്കെ ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്നു. അതിന് ആശ്വാസമാകുമ്പോഴും ആശങ്കകൾ ഇപ്പോഴും അകലുന്നില്ലെന്നാണോ മനസ്സിലാകുന്നത്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് പിന്നിൽ ഈ ഫ്ലക്സ് കാണാം. ഇത് ഈ കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ വിവിധ സമരങ്ങളിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത ആളുകളുടെ ഫ്ലക്സുകളാണ്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു നീതി, അതിൽ വലിയ സന്തോഷത്തിലാണ് ഇവരുള്ളത്. കഴിഞ്ഞ ഒരു 6-7 വർഷക്കാലമായിട്ട് ഇവർ നടത്തുന്ന ഒരു വലിയ പോരാട്ടത്തിന് ഫലം കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളോടൊപ്പം ബാബുക്കയുണ്ട്. അപ്പോൾ കുറേ നാളത്തെ, ഏകദേശം ഒരു 6 വർഷക്കാലത്തെ ഒരു നിയമ പോരാട്ടമാണ് ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് അനുഭവിച്ചു. ഇപ്പോൾ അതിനൊരു ആശ്വാസമായി എന്നുള്ളതാണോ? 100% ആശ്വാസമായി. കാരണം പുതിയ സർക്കാർ, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം പുതിയ മന്ത്രിസഭയും അതുപോലെ തന്നെ ഞങ്ങളുടെ MLA-യും P.K. ഫിറോസും തൊട്ടടുത്ത MLA-മാരുടെയും അതുപോലെ തന്നെ മുൻ MLA M.K. മുനീർ സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു പരിഹാരം ആണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചുള്ള 4000-ഓളം കുടുംബങ്ങൾ കാരണം ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും വേണ്ടി സമരം ചെയ്യുകയാണ്. ഈ സമരം ഇന്ന് വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇനി അവർ കോടതിയിൽ പോകുന്നത് ഞങ്ങൾക്കറിയാം. അവർ കോടതിയിൽ പോയാലും ഇനി ആ പ്ലാന്റ് തുറക്കണമെങ്കിൽ ഞങ്ങളൊക്കെ മരിച്ചിട്ട് ശേഷമേ അവർക്ക് ആ പ്ലാന്റിന് തുറക്കാൻ കഴിയുള്ളൂ. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന കളക്ടർ അതുപോലെ തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. 200ഓളം ടണ്ണ് മാലിന്യമായിരുന്നു അവർ ഈ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ മാലിന്യങ്ങളും ഈ ഒരു പ്ലാന്റിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 20 ടണ്ണ് മാത്രമാണ് അവർക്ക് കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. മറ്റൊരു പ്ലാന്റ് തുടങ്ങാൻ ഇവർ സമ്മതിക്കില്ലായിരുന്നു. ധിക്കാരപരമായും ഗുണ്ടകളെ വെച്ചുകൊണ്ടായിരുന്നു ഇവർ ഇത്രയും കാലം മുന്നോട്ട് പോയത്. പിന്നെ അധികാരത്തിൻ്റെ ഇടനാഴികൾ ഇവർക്കുള്ള സ്വാധീനം ഉപയോഗിച്ച്, പഴയ സർക്കാരിൽ ഇവർക്കുള്ള സ്വാധീനം ഉപയോഗിച്ചായിരുന്നു ഈ പ്ലാന്റ് അവർ യാതൊരു വിധ മാനദണ്ഡവും പാലിക്കാതെ, നിയമവ്യവസ്ഥകളൊന്നും പാലിക്കാതെ ആയിരുന്നു അവർ ഈ പ്ലാന്റ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഇവിടെ വന്ന് ഇവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കിലോമീറ്ററുകൾ ദൂരത്തിൽ വരെ വലിയ അതിൻ്റെ ഒരു മണമുണ്ടാകും. അപ്പോൾ ഈ വീടുകൾക്കുള്ളിലിരുന്ന് പോലും ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ, ചെറിയ കുട്ടികൾക്ക് പോലും രോഗങ്ങൾ പടരുന്ന അവസ്ഥ, സാംക്രമിക രോഗങ്ങൾ പടരുന്ന അവസ്ഥ, അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലൂടെ ആയിരുന്നു ഈ ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ കുറച്ച് സ്ത്രീകൾ കൂടിയുണ്ട്. ചേച്ചി, ഇപ്പോൾ കുറേ കാലത്തെ ഒരു നിയമ പോരാട്ടത്തിനൊരു ഫലം കാണുകയാണ് ഇപ്പോൾ. അതേ, ഒരു ഫലം കണ്ടതാണ്. 6 വർഷമായി അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. പിന്നെ 3 പഞ്ചായത്തിലെ ജനങ്ങൾ അപ്പോൾ ഈ സമരസമിതി ഏറ്റെടുത്ത് അതേപോലെ തന്നെ ഞങ്ങൾക്ക് നീതി വാങ്ങിത്തന്ന സർക്കാരിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന സന്തോഷമാണ്. ഇരുതുള്ളിപ്പുഴയുടെ തീരത്ത് റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫാക്ടറി ആയിരുന്നു. അവിടെ ഈ കഴിഞ്ഞ ദിവസം വെള്ളം കയറി ആകെ മലിനമായി, കുടിവെള്ള സ്രോതസ്സുകളെല്ലാം നാശമായി. ഏതായാലും ഈ കമ്പനിക്ക് പൂട്ടിട്ടതിൽ സന്തോഷിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് സേതുലക്ഷ്മി. ഏകദേശം 4000-ഓളം ആളുകളെയാണ് ഈ ഒരു കമ്പനിയുടെ പ്രവർത്തനം കൊണ്ട് അത് നേരിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ജീവിതത്തെ തന്നെ പാടെ മറിച്ചു കളയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അപ്പം കുറെ അധികം കഷ്ടപ്പെട്ടു, കുറെ അധികം അവരെ സഹിച്ചു. എങ്കിലും ഇപ്പോൾ ഒരു ആശ്വാസമാണ്.